നമസ്കാരം. +2 പബ്ലിക് എക്സാമിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. +2 ഫിസിക്സിലെ 9ാമത്തെ ചാപ്റ്ററായ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിലെ 9.2 റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബൈ സ്പെറിക്കൽ മിറേഴ്സ്, 9.3 റിഫ്രാക്ഷൻ എന്നീ ടോപ്പിക്കുകളാണ് പാർട്ട് 1 വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 2 വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ 2 പാർട്ടും മുഴുവനായി കാണുക, മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്താണ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒപ്റ്റിക്സ് എന്നത് ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചാണ്. ഒപ്റ്റിക്സിൽ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്? നമ്മൾ ഒപ്റ്റിക്സിൽ പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. Optics is a branch of physics which deals with the properties of light. Reflection of light. Bouncing back of light ray into the same medium when it falls on smooth surface is called reflection. ഒരു സ്മൂത്ത് സർഫസിൽ തട്ടിയിട്ട് ലൈറ്റ് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ചിത്രത്തിൽ നമുക്ക് ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും കാണാവുന്നതാണ്, ഒപ്പം നോർമലും. ഈ നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നു. അതുപോലെ നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നും വിളിക്കുന്നു. ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് 2 നിയമങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, ദ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആർ നോർമൽ ടു ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. അതായത് ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും റിഫ്ലക്റ്റിംഗ് സർഫസിനുള്ള നോർമലും സെയിം പ്ലെയിനിലായിരിക്കും. രണ്ടാമത്തേത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് റേ ആൻഡ് നോർമൽ. അത് നമ്മൾ I വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ R വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ I ഈസ് ഈക്വൽ ടു R ആയിട്ട് നമുക്ക് പറയാം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബൈ സ്പെറിക്കൽ മിറേഴ്സ്. സ്പെറിക്കൽ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിയറിന്റെ പോർഷൻസ് ആണ്. The spherical mirrors are portions of sphere. If the reflection of light take place from the inner surface, they are called concave mirror. If the reflection of light takes place from the outer surface, they are called convex mirror. അപ്പൊ നമുക്ക് മനസ്സിലായി, സ്പിയറിന്റെ പോർഷൻസ് ആണ് ഈ സ്പെറിക്കൽ മിറേഴ്സ്. അതായത് സ്പെറിക്കൽ മിറർ എന്ന് പറയുന്നത് സ്പിയറിന്റെ ഒരു ഭാഗമായിരിക്കും. അപ്പൊ ഇന്നർ സർഫസിൽ നിന്നാണ് റിഫ്ലക്ഷൻ നടക്കുന്നതെങ്കിൽ നമ്മളത് കോൺകേവ് മിറർ ആയിട്ട് നമ്മൾ പറയും. ഇനി അതല്ല, ഔട്ടർ സർഫസിൽ നിന്നാണ് റിഫ്ലക്ഷൻ നടക്കുന്നതെങ്കിൽ നമുക്കത് കോൺവെക്സ് മിറർ ആയിട്ട് പറയാം. പോൾ, സെന്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു കോൺകേവ് മിറർ ആണ്. ഈ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കോൺകേവ് മിറർ ആണ്. ഇനി ഈ മിററിന്റെ പ്രധാനപ്പെട്ട കോൺവെക്സിന്റെയും കോൺകേവിന്റെയും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പോൾ, സെന്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് പ്രിൻസിപ്പൽ ആക്സിസ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The geometric center of the mirror is termed as pole. അപ്പോൾ മിററിന്റെ ജിയോമെട്രിക് സെന്ററിനെയാണ് നമ്മൾ പോൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ചിത്രത്തിൽ ഇവിടെ നമുക്ക് പോള് കാണാവുന്നതാണ്. അതായത് ഈ പോളാണ് ഈ മിററിന്റെ ജിയോമെട്രിക് സെന്റർ. The center of the sphere of which the mirror forms a part is called center of curvature. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മിറർ എന്ന് പറയുന്നത് ഒരു സ്പിയറിന്റെ ഭാഗമാണ്. ആ സ്പിയറിന്റെ സെന്ററിനെയാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ സെന്റർ ഓഫ് കർവേച്ചർ നമ്മൾ C വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. റേഡിയസ് ഓഫ് സ്പിയർ ഓഫ് വിച്ച് മിറർ ഫോംസ് എ പാർട്ട് ഈസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. ആ സ്പിയറിന്റെ തന്നെ റേഡിയസിനെ നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കാം. അതായത് ഇത് സെന്റർ ഓഫ് കർവേച്ചറും ഇവിടെ നിന്ന് ഈ മിററിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറുമാണ്. അപ്പൊ റേഡിയസ് ഓഫ് ദ സ്പിയർ ഓഫ് വിച്ച് ദ മിറർ ഫോംസ് എ പാർട്ട് ഈസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. Then the straight line passing through the center of curvature and pole of the mirror is called principal axis. അടുത്തായിട്ട് എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്നുള്ളതാണ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് ഈ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെയും അതുപോലെ തന്നെ പോളിൽ കൂടെയും കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ, അതിനാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിനെ കുറിച്ചും ഫോക്കൽ ലെങ്തിനെ കുറിച്ചും പഠിക്കാം. ആദ്യം നമുക്ക് കോൺകേവ് മിററിനെ കുറിച്ച് പഠിക്കാം. ഇൻ ദ കേസ് ഓഫ് എ കോൺകേവ് മിറർ, narrow beam of parallel light rays incident parallel to the principal axis
will pass through a point F on the principal axis after reflection. അതായത് ഒരു കോൺകേവ് മിററിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റിൽ കൂടെ കടന്നു പോകുന്നു. ആ പോയിന്റിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഇഫ് ദ മിറർ ഈസ് കോൺവെക്സ്, the rays will diverge after reflection as they originate from a point on the principal axis. This point F is called principal focus of the mirror. പക്ഷെ ഒരു കോൺവെക്സ് മിററിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് റിഫ്ലക്ഷന് ശേഷം ഡൈവേർജ് ചെയ്തു പോവാണ്. പക്ഷെ അത് ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. ആ പോയിന്റിനെയാണ് നമ്മൾ കോൺവെക്സ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഫോക്കസും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഫോക്കൽ ലെങ്ത് എന്നാണ് വിളിക്കുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ഫോക്കസ് എഫ് ആൻഡ് ദ പോൾ പി ഓഫ് ദ മിറർ ഈസ് കോൾഡ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ. ഇവിടെ ചിത്രത്തിൽ ദ ഫോക്കസ് ഓഫ് ദ കോൺകേവ് മിറർ ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ റിഫ്ലക്ഷന് ശേഷം ഒരു പോയിന്റിൽ കൂടെ കടന്നു പോകുന്നു. അതായത് ഫോക്കസിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അടുത്തായിട്ട് നമുക്ക് കോൺവെക്സ് മിററിന്റെ ഫോക്കസ് എന്താണെന്ന് നോക്കാം. അതായത് ഇവിടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ്, ഈ ലൈറ്റ് റേസ് റിഫ്ലക്ഷന് ശേഷം ഇവിടെ റിഫ്ലക്ട് ചെയ്യാണ്, റിഫ്ലക്ഷന് ശേഷം ഇത് ഡൈവേർജ് ചെയ്ത് പോവാണ്. ഓരോ പോയിന്റ് നമ്മൾ നോക്കുക, ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ലൈറ്റ് റേസ് എല്ലാം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് വരുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഈ പോയിന്റിനെ എഫിനെയാണ് നമ്മൾ കോൺവെക്സ് മിററിന്റെ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. അടുത്ത റിയൽ ആൻഡ് വെർച്വൽ ഇമേജ് ഫോംഡ് ബൈ ദ മിറേഴ്സ്. ഇപ്പൊ കോൺകേവ് മിറർ ഫോം ചെയ്യുന്ന ഇമേജ് റിയൽ ആയിരിക്കും. ഈ റിയൽ ഇമേജിനെ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാനായിട്ട് സാധിക്കും. കോൺകേവ് മിറർ ഫോംസ് റിയൽ ഇമേജ്. റിയൽ ഇമേജ് ക്യാൻ ബി സീൻ ഓൺ ദ സ്ക്രീൻ. കോൺവെക്സ് മിറർ ആണെങ്കിലോ അത് വെർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. അത് നമുക്ക് ഒരിക്കലും സ്ക്രീനിൽ പതിപ്പിക്കാനായിട്ട് സാധിക്കില്ല. കോൺവെക്സ് മിറർ ഫോംസ് വെർച്വൽ ഇമേജ്. ഇറ്റ് കനോട്ട് ബി കോട്ട് ഓൺ സ്ക്രീൻ. അടുത്തതായിട്ട് നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് പോളാണ് നമ്മൾ ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ആക്സിസ് ആണ് നമ്മൾ എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദ പോൾ ഓഫ് ദ സ്പെറിക്കൽ സർഫസ് വിൽ ബി ഒറിജിൻ ഒ ആൻഡ് ദ പ്രിൻസിപ്പൽ ആക്സിസ് അലോങ് ദ എക്സ് ആക്സിസ്. ഈ ഡിസ്റ്റൻസ് എല്ലാം നമ്മൾ മെഷർമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോളിൽ നിന്നാണ്. ഓൾ ദ ഡിസ്റ്റൻസ് ആർ മെഷേർഡ് ഫ്രം ദ പോൾ. Distance measured in the direction of the incidence will be positive and opposite to the direction of the incidence is negative. അതായത് നമ്മൾ ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് മെഷർമെന്റ് എങ്കിൽ നമ്മളത് നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നു. ഇനി പോളിൽ നിന്ന് റൈറ്റിലേക്കാണെങ്കിൽ നമുക്കത് പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതായത് ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻസിഡന്റ് റേ വിൽ ബി പോസിറ്റീവ്. അതായത് പോളിൽ നിന്ന് റൈറ്റിലേക്ക് ആകുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും, പോളിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആകുമ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും എടുക്കുക. ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് വിൽ ബി പോസിറ്റീവ് ഇഫ് മെഷേർഡ് അപ്വേർഡ്സ് ആൻഡ് നെഗറ്റീവ് ഇഫ് മെഷേർഡ് ഡൗൺവേർഡ്സ്. അതായത് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. അത് അപ്വേർഡ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കും, ഡൗൺവേർഡ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത് ആൻഡ് ദ മിറർ ഇക്വേഷൻ എന്നീ ടോപ്പിക്കുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്തും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് മനസ്സിലാക്കാം. അതിനായി നമ്മളിവിടെ ഒരു കോൺകേവ് മിറർ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് എന്നത് സ്മോൾ എഫ് വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആർ എന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ, സി എന്നത് സെന്റർ ഓഫ് കർവേച്ചറും, എഫ് എന്നത് ഫോക്കസും, പി എന്നത് പോളുമാണ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി വരുന്ന റേ ക്യൂയിൽ വന്ന് ഇൻസിഡന്റ് ചെയ്തതിന് ശേഷം ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. ക്യൂവിനെ നമ്മൾ നോർമൽ ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നത് ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് റേ ആൻഡ് ഓൾസോ ദ നോർമൽ ആണെന്നുള്ളത് നമുക്കറിയാം. ഇത് ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ചിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷന് തുല്യമാണ്. നമുക്കത് രണ്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തീറ്റ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇനി ഇവിടെ ആംഗിൾ ക്യു എഫ് പി എന്ന് പറയുന്നത് 2θ എന്നുള്ളത് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു ക്യു പി ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ ആർ ആയിട്ട് എഴുതാം. അതായത് ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ക്യു പി ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ ആർ ആണ്.
അതുപോലെ തന്നെ ആംഗിൾ 2 തീറ്റ എന്ന് പറയുന്നത് ആർക്ക് ക്യൂ പി ഡിവൈഡഡ് ബൈ എഫ് ആണ്. അതായത് 2 തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ക്യൂ പി ഡിവൈഡഡ് ബൈ എഫ്. ഇവിടെ നമ്മൾ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു തീറ്റ എന്ന ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ക്യൂ പി ഡിവൈഡഡ് ബൈ എഫ് ഈക്വൽ ടു 2 ഇൻറ്റു തീറ്റ. തീറ്റയ്ക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുകയാണ്. ആർക്ക് ക്യൂ പി ഡിവൈഡഡ് ബൈ ആർ ആയിട്ട് എഴുതാം. ആർക്ക് ക്യൂ പി എന്ന് നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ ഇസ് ഈക്വൽ ടു 2f ആയിട്ട് എഴുതാം. അതായത് റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള റിലേഷനാണ് ആർ ഇസ് ഈക്വൽ ടു 2f. അടുത്തതായിട്ട് നമുക്ക് മിറർ ഇക്വേഷനെ കുറിച്ചിട്ട് പഠിക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു കോൺകേവ് മിറർ ആണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പി എന്നത് പോളും എഫ് എന്നത് ഫോക്കസും സി എന്നത് സെന്റർ ഓഫ് കർവേച്ചറുമാണ്. ഒ ബി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഒ ബിയിൽ നിന്ന് 2 റേസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒ ബിയിൽ നിന്ന് പിയിലേക്ക് എത്തിച്ചേരുന്ന റേ അതേ ആംഗിളിൽ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നു. സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ കടന്നു പോകുന്ന റേ അതേ പാത്തിൽ കൂടെ തന്നെ തിരിച്ചു പോകുകയും ചെയ്യുന്നു. ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇവിടെ നമുക്ക് എം ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഐ എം എന്നുള്ളതാണ് ഇവിടെ കിട്ടുന്ന ഇമേജ്. അപ്പോൾ ഒ ബി എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്, അതിന്റെ ഇമേജ് ആണ് ഐ എം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ട്രയാങ്കിൾ ഒ പി പിയും അതുപോലെ തന്നെ ട്രയാങ്കിൾ ഐ എം പിയും സിമിലർ ആണ്. നമുക്ക് നോക്കാം, ട്രയാങ്കിൾ ഒ ബി പിയും ട്രയാങ്കിൾ ഐ എം പിയും സിമിലർ ആണ്. ഇതിനകത്ത് നമുക്കറിയാം ആംഗിൾ ബി പി ഒ എന്ന് പറയുന്നതും ആംഗിൾ ഐ പി എം എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ആംഗിൾ ബി ഒ പി ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതുപോലെ തന്നെ ആംഗിൾ എം ഐ പി ഇസ് ഓൾസോ 90 ഡിഗ്രി. അപ്പൊ 2 ആംഗിളും ഈക്വൽ ആണ്. നമുക്ക് സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ നമുക്ക് ഈക്വൽ ആയിട്ട് എഴുതാം. അതുകൊണ്ട് തന്നെ ഒ ബി ഡിവൈഡഡ് ബൈ ഐ എം. അപ്പൊ നമുക്കിത് ഒ ബി ആണ്, ദിസ് ഈസ് ദ ഐ എം. സോ ഒ ബി ഡിവൈഡഡ് ബൈ ഐ എം ഈക്വൽ ടു ഒ പി ഡിവൈഡഡ് ബൈ ഐ പി ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് ഒ പി ഡിവൈഡഡ് ബൈ ഐ പി. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അതായത് നമ്മളുടെ ഒബ്ജക്റ്റിന്റെയും അതുപോലെ തന്നെ ഇമേജിന്റെയും റേഷ്യോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഒ ബി ഡിവൈഡഡ് ബൈ ഐ എം എന്ന് പറയുന്നത് ഒ പി ഡിവൈഡഡ് ബൈ ഐ പി ആണ്. അടുത്തതായിട്ട് ഇവിടെ നമ്മൾ ട്രയാങ്കിൾ ഒ ബി സിയും ട്രയാങ്കിൾ ഐ എം സിയും ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ 2 ട്രയാങ്കിളും സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സൈഡ്സിന്റെ റേഷ്യോ നമുക്ക് ഒ ബി ഡിവൈഡഡ് ബൈ ഐ എം ദാറ്റ് ഈസ് ഈക്വൽ ടു ഒ സി ഡിവൈഡഡ് ബൈ സി ഐ ആയിട്ട് എഴുതാവുന്നതാണ്. ദാറ്റ് ഈസ് ഒ ബി ഡിവൈഡഡ് ബൈ ഐ എം ഇസ് ഈക്വൽ ടു ഒ സി ഡിവൈഡഡ് ബൈ സി ഐ. അപ്പൊ നമ്മൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ന്റെയും ലെഫ്റ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് റൈറ്റ് സൈഡ്സ് ഇക്വേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഒ പി ഡിവൈഡഡ് ബൈ ഐ പി ഇസ് ഈക്വൽ ടു ഒ സി ഡിവൈഡഡ് ബൈ സി ഐ ആയിട്ട് എഴുതാം. ഇനി ഇത് നമ്മൾ ഒ പി എന്നതിന് പകരമായിട്ട് യു ആയിട്ട് കൊടുക്കുകയാണ്. അതായത് ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ യു വച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ വി വച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഒ പി എന്ന് പറയുന്നത് യുവും ഐ പി എന്ന് പറയുന്നത് വിയുമാണ്. സോ യു ഡിവൈഡഡ് ബൈ വി ആയിട്ട് എഴുതാം. ദെൻ നെക്സ്റ്റ് ഈസ് ഒ സി. സോ ഒ സി ഇസ് ഈക്വൽ ടു, ഒ സി എന്ന് പറയുന്നത് ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള ദൂരമാണ്. അപ്പോൾ ഒ സി ഇസ് ഈക്വൽ ടു യു മൈനസ് ആർ. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ. സോ ഒ സി ഇസ് ഈക്വൽ ടു യു മൈനസ് ആർ ആയിട്ട് എഴുതാം. അതായത് സിയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. സോ ഒ സി ഇസ് ഈക്വൽ ടു യു മൈനസ് ആർ. ഇനി അതുപോലെ തന്നെ സി ഐ, ഇവിടെ സി ഐ എന്നതിന് പകരമായിട്ട് നമുക്ക് ആർ മൈനസ് വി ആയിട്ട് കൊടുക്കാം. കാരണം സിയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ആർ വച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഇമേജിൽ നിന്ന് മിററിലേക്കുള്ള ഡിസ്റ്റൻസ് വി വച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ആർ മൈനസ് വി ആയിട്ട് നമുക്ക് സി ഐ എഴുതാം. ഇനി ഇക്വേഷൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യു ആർ മൈനസ് യു വി ഈക്വൽ ടു യു വി മൈനസ് വി ആർ. ഈ മൈനസ് വി ആറിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. സോ യു ആർ പ്ലസ് വി ആർ ഈക്വൽ ടു, ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള മൈനസ് യു വിനെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്നു. ദാറ്റ് ഈസ് യു വി പ്ലസ് യു വി ദാറ്റ് ഈസ് ഈക്വൽ ടു 2 യു വി ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് യു ആർ പ്ലസ് വി ആർ ഇസ് ഈക്വൽ ടു 2 യു വി ആയിട്ട് എഴുതാവുന്നതാണ്. ദാറ്റ് ഈസ് യു ആർ പ്ലസ് വി ആർ ഇസ് ഈക്വൽ ടു 2 യു വി ആണ്. ഇനി ഇക്വേഷൻ നമ്മൾ യു വി ആർ വച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫുൾ ഇക്വേഷനെ യു വി ആർ വച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. സോ നമുക്കിവിടെ യു ആർ ഡിവൈഡ് ബൈ യു വി ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ വി ആയിട്ട് എഴുതാം. ദെൻ വി ആർ ഡിവൈഡ് ബൈ യു വി ആർ
that is equal to 1 by u ആയിട്ട് എഴുതാം. then 2uv divided by uvr that is equal to 2 by r ആയിട്ട് എഴുതാം. that is 1 by v plus 1 by u is equal to 2 divided by r ആയിട്ട് എഴുതാം. ഇനി r is equal to 2f എന്നുള്ളത് നമ്മളിപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു. സോ r is equal to 2f നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നൽകാവുന്നതാണ്. സോ 1 by v plus 1 by u is equal to 2 divided by 2f ആയിട്ട് എഴുതുന്നു. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 1 by v plus 1 by u is equal to 1 by f ആയിട്ട് എഴുതാവുന്നതാണ്. ഇനി ഇക്വേഷനിൽ നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ കോൺകേവ് മിറർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് യുവും വിയും എഫും നെഗറ്റീവ് ആണ്. കാരണം എന്താണ്, പോളിൽ നിന്നാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കത് നെഗറ്റീവ് ആയിട്ടാണ് കിട്ടുന്നത്. സോ 1 divided by minus v plus 1 divided by minus u that is equal to 1 divided by minus f ആണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് കോമൺ ആയതുകൊണ്ട് തന്നെ നമുക്കത് 1 by v plus 1 by u is equal to 1 by f ആയിട്ട് എഴുതാം. ദിസ് ഈസ് ദ മിറർ റിലേഷൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ 1 by v plus 1 by u is equal to 1 by f നെയാണ് നമ്മൾ മിറർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തായിട്ട് ലീനിയർ മാഗ്നിഫിക്കേഷൻ. ഇപ്പൊ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ഇത് ഇമേജിന്റെ ഹൈറ്റും ഒബ്ജക്റ്റിന്റെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ഡിവൈഡ് ബൈ എച്ച് ഒ നമുക്ക് എഴുതാം. എച്ച് ഐ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഇമേജും എച്ച് ഒ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റുമാണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഒ ബി പിയും ട്രയാങ്കിൾ ഐ എം പി ആണ്. അത് രണ്ടും സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ്സ് ഇക്വേറ്റ് ചെയ്യാവുന്നതാണ്. ഐ എം ഡിവൈഡ് ബൈ ഒ പി ഈക്വൽ ടു ഐ പി ഡിവൈഡ് ബൈ ഒ പി ആയിട്ട് എഴുതാം. ഇവിടെയും നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് ഒ ബി എന്ന് പറയുന്നത് പോസിറ്റീവും ഐ എം എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് ആയിട്ടാണ് കിട്ടുക. അപ്പൊ നമുക്ക് ഐ എം ഡിവൈഡ് ബൈ ഒ ബി, അതായത് ഐ എമ്മിന് പകരമായിട്ട് മൈനസ് എച്ച് ഐ ഡിവൈഡഡ് ബൈ ഒ ബിക്ക് പകരമായിട്ട് എച്ച് ഒ ഈക്വൽ ടു ഐ പിക്ക് പകരമായിട്ട് മൈനസ് വി ബൈ ഒ പിക്ക് പകരമായിട്ട് മൈനസ് യു നമുക്ക് കൊടുക്കാവുന്നതാണ്. Therefore, m is equal to hi divided by ho equal to minus v divided by u ആയിട്ട് എഴുതാവുന്നതാണ്. So this is the linear magnification. m is equal to minus v divided by u. Refraction of light. When light rays travels from one medium to another, it changes its path and direction of propagation. This phenomena is known as refraction of light. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ലൈറ്റ് റേസ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലൈറ്റിന്റെ പാതയിൽ വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തെയാണ് റിഫ്രാക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. The refraction of light is caused due to change of speed of light in going from one transparent medium to another medium. Light travels with different speeds in different media. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലൈറ്റിന്റെ വേഗതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. ലൈറ്റ് എയറിൽ 3 into 10⁸ മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലും വെള്ളത്തിൽ 2.25 into 10⁸ മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലും ഗ്ലാസിൽ 2 into 10⁸ മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലും സഞ്ചരിക്കുന്നു. അതായത് ലൈറ്റിന് വ്യത്യസ്ത മീഡിയത്തിൽ വ്യത്യസ്ത വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. നെക്സ്റ്റ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് എ മീഡിയം ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. എ മീഡിയം ഈസ് said to be optically denser if light slows down in it, and it is said to be rarer if light speeds up in it. ഒരു മീഡിയത്തിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് മീഡിയത്തിലെ ലൈറ്റിന്റെ സ്പീഡിനെയാണ്. ഡെൻസർ മീഡിയത്തിൽ ലൈറ്റിന്റെ സ്പീഡ് കുറവും റയറർ മീഡിയത്തിൽ ലൈറ്റിന്റെ സ്പീഡ് കൂടുതലും ആയിരിക്കും. റിഫ്രാക്ഷൻ. When light rays travels from a rarer medium to a denser medium, it bends towards the normal. ഒരു റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് പ്രവേശിക്കുമ്പോൾ നോർമലിന്റെ അടുത്തേക്ക് ലൈറ്റ് ബെൻഡ് ചെയ്യുന്നു. When light travels from a denser media to a rarer media, it bends away from the normal. ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് പ്രവേശിക്കുമ്പോൾ
ലൈറ്റ് റേ നോർമലിൽ നിന്ന് അകന്നു പോകുന്നു. When light falls normally, that is perpendicular to the surface of separation, it passes without any deviation. നോർമൽ ആയിട്ടാണ് ലൈറ്റ് റേ പതിക്കുന്നതെങ്കിൽ ലൈറ്റിന്റെ പാതയ്ക്ക് ഡീവിയേഷൻ സംഭവിക്കുന്നില്ല. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിളിനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നു. ആംഗിൾ ഓഫ് റിഫ്രാക്ഷനെ R കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ഫസ്റ്റ് ലോ, the incident ray, the refracted ray and the normal to the surface of separation lie in the same plane. അതായത് ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും നോർമലും ഒരേ പ്ലെയിനിലായിരിക്കും. സെക്കൻഡ് ലോ, സ്നെൽസ് ലോ. The ratio of sine of angle of incidence to sine of angle of refraction is a constant for a light of given color and for a given pair of transparent media. സെക്കൻഡ് ലോയിനെ സ്നെൽസ് ലോ എന്നും വിളിക്കുന്നു. സ്നെൽസ് ലോ അനുസരിച്ച് sin I divided by sin R is equal to a constant, that is equal to n. I എന്ന് പറയുന്നത് angle of incidence and R is the angle of refraction. ഇവിടെ n എന്ന് പറയുന്നത് refractive index of the second medium with respect to the first medium ആണ്. Absolute refractive index. Light travels from air to another transparent medium. The ratio sin I divided by sin R is called absolute refractive index of second medium. ലൈറ്റ് എയറിൽ നിന്ന് മറ്റൊരു ട്രാൻസ്പെറന്റ് മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ sin I ഡിവൈഡഡ് ബൈ sin R എന്ന റേഷ്യോയെയാണ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. അതായത് n is equal to sin I ഡിവൈഡഡ് ബൈ sin R. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ വെലോസിറ്റിയുടെ ടൈമിലും നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് ഓൾസോ ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയ. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ദാറ്റ് ഈസ് n is equal to c divided by v. ഇവിടെ c എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ഇൻ വാക്വം ആണ്. v എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ഇൻ എ മീഡിയം. ഇവിടെ നമ്മൾ n-ന് രണ്ട് ഇക്വേഷൻസ് ആണ് പഠിച്ചിട്ടുള്ളത്. n is equal to sin I divided by sin R ഉം n is equal to c divided by v ഉം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരു ഡയമെൻഷൻലെസ് നമ്പർ ആണ്. അതിന് യൂണിറ്റ് ഇല്ല. വാക്വത്തിൽ ലൈറ്റിന്റെ സ്പീഡ് മറ്റൊരു മീഡിയത്തിനേക്കാളും മറ്റേത് മീഡിയത്തിനേക്കാളും കൂടുതലായതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ എപ്പോഴും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. ആപ്ലിക്കേഷൻ ഓഫ് റിഫ്രാക്ഷൻ. ഒന്നാമത്തേത് റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരന്റ് ഡെപ്ത് ഓഫ് ഒബ്ജക്റ്റ്. സെക്കൻഡ്, apparent position of sun. Real depth and apparent depth. When one looks into a pool of water, it does not appear to be as deep as it really is. If a beaker is filled with water and a point lying at its bottom is observed by someone located in air, then the bottom point appears raised. The apparent depth is less than the real depth. ഒരു റെയറർ മീഡിയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു ഡെൻസർ മീഡിയത്തിലെ ഒരു ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ വസ്തുവിനെ അതിന്റെ റിയൽ പൊസിഷനിൽ അല്ല നമ്മൾ കാണുന്നത്. റിയൽ പൊസിഷനിൽ നിന്ന് കുറച്ച് മുകളിലായിരിക്കും വസ്തു കാണപ്പെടുക. ഈ വസ്തു കാണപ്പെടുന്ന പൊസിഷനെ അപ്പാരന്റ് പൊസിഷൻ എന്ന് വിളിക്കുന്നു. സർഫസിൽ നിന്നും അപ്പാരന്റ് പൊസിഷനിലേക്കുള്ള ഡെപ്തിനെ അപ്പാരന്റ് ഡെപ്ത് എന്നും നമ്മൾ വിളിക്കുന്നു. റിയൽ പൊസിഷനിലേക്കുള്ള ഡെപ്തിനെ റിയൽ ഡെപ്ത് എന്നും വിളിക്കുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പാരന്റ് ഡെപ്തിന്റെയും റിയൽ ഡെപ്തിന്റെയും ടൈമിലും നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. n is equal to റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ അപ്പാരന്റ് ഡെപ്ത്, അല്ലെങ്കിൽ അപ്പാരന്റ് ഡെപ്ത് is equal to റിയൽ ഡെപ്ത് divided by refractive index.
ഈ ചിത്രത്തിൽ ഒരു മത്സ്യത്തിന്റെ റിയൽ പൊസിഷനും അപ്പാരന്റ് പൊസിഷനും നമുക്ക് കാണാവുന്നതാണ്. Apparent position of the sun. The sun is visible before actual sunrise and after actual sunset because of refraction of light at different layers of atmosphere. സൺറൈസിന് മുമ്പും സൺസെറ്റിന് ശേഷവും നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കുന്നത് അറ്റ്മോസ്ഫിയറിന്റെ ഡിഫറെന്റ് ലെയേഴ്സിൽ നടക്കുന്ന ലൈറ്റിന്റെ റിഫ്രാക്ഷൻ മൂലമാണ്. ചിത്രത്തിൽ സണ്ണിന്റെ റിയൽ പൊസിഷനും അപ്പാരന്റ് പൊസിഷനും കാണാവുന്നതാണ്. അടുത്തതായി ഒരു പ്രോബ്ലം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഈസ് 1.33. വാട്ട് വിൽ ബി ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ? ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ n ഈസ് ഈക്വൽ ടു 1.33 എന്നുള്ളതാണ്. ലൈറ്റിന്റെ വാട്ടറിലുള്ള സ്പീഡാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. n എന്ന് പറഞ്ഞാൽ n is equal to c divided by v ആണ്. ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. സോ v is equal to c divided by n. c എന്ന് പറയുന്നത് 3 into 10 raised to 8 meter per second ആണ്. അതുകൊണ്ട് v is equal to 3 into 10 raised to 8 divided by 1.33. That is equal to 2.25 into 10 raised to 8 meter per second ആണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.